കെ എം മാണിക്കെതിരെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചത് ഇടതുപക്ഷത്തെ സഹായിക്കാനാണ് എന്നതാണ് ഇത്രയും കാലം കോൺഗ്രസുകാർ പറഞ്ഞിരുന്നത്. എന്നാൽ മാണി ഒരു വഴിക്കായതോടെ അടുത്ത വെടി പൊട്ടിച്ചിരിക്കുന്നു ബിജു രമേശ്. അതും കെ ബാബുവിനെതിരെ. ഉമ്മൻചാണ്ടിയുടെ മുഖ്യ ചാവേറായ ബാബു നേരം വെളുത്തപ്പോൾ തന്നെ അടി ഇരന്നു വാങ്ങുകയായിരുന്നു. മാനനഷ്ട കേസ് ഒത്തുതീർക്കാൻ ബിജു രമേശ് വളഞ്ഞ വഴിക്ക് തന്നെ സമീപിച്ചു എന്ന് ബാബു അങ്ങ് തട്ടിവിട്ടു. എൻ്റെ അടുത്ത് പല തോന്നന്മാരും വന്നിരുന്നു പിൻവലിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. കെ എം മാണി 10 കോടി രൂപയാണ് എനിക്കെതിരെ മാനനഷ്ടം ഫയൽ ചെയ്തേക്കുന്നത്. ഞാൻ 10 കോടി രൂപയ്ക്ക് ഒരു ദൂതിനെയും 10 കോടി രൂപയ്ക്ക് പോലും ഒരു ദൂതിനെ അയച്ചില്ല. അതേസമയത്ത് 25 ലക്ഷം രൂപ മാത്രമാണ് മാനനഷ്ടം പറഞ്ഞുകൊണ്ട് കെ ബാബു ഫയൽ ചെയ്തിരിക്കുന്നത്. ഞാനും നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കണേ. എൻ്റെ ഡിഫർമേഷൻ കേസുണ്ട്. ഞാൻ 2 പ്രാവശ്യമാണ് ബാബുവിന് ക്യാഷ് കൊണ്ടുപോയി കൊടുത്തതിൽ ഞാൻ 2 പ്രാവശ്യമേ ഞാൻ അതിനകത്തൊരു ഭാഗമായിട്ടുള്ളൂ. അതിൽ 2 പ്രാവശ്യം 50 ലക്ഷം രൂപ വെച്ച് ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഞാൻ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുപോയി കൊടുത്ത ഞാനും കൂടെ കൊണ്ടുപോയാണ് കൊടുത്തത്. ബാബു മന്ത്രിയുടെ മാനത്തിന് 25 ലക്ഷമാണ് മന്ത്രി തന്നെ വിലയിട്ടിരിക്കുന്നത്. ആ മാനം ഒന്നുകൂടി പോയി കിട്ടി. ഇത്തവണ 1 കോടി രൂപ എങ്ങനെ കൊടുത്തു എന്ന വിശദമായ കഥ തന്നെ പറഞ്ഞുകൊണ്ടാണ് ബിജു രമേശ് രംഗത്ത് വന്നത്. ബാബുവിനാണെങ്കിൽ പേടിയോട് പേടി തന്നെ. എ ഗ്രൂപ്പുകാരാണെങ്കിൽ ബാബുവിനെ വിടൂ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയിരിക്കുകയുമാണ്. അപ്പോൾ ബാബുവിനെ വിടൂ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് സമുദായം കൂടി കൂട്ടിക്കലർത്തി പോലും ഒരു ഭയമില്ല എന്ന് മാത്രമല്ല, ഇന്ന് ബാബുവിന് ഭയമില്ല എന്ന് ചാനലിൽ പറയുന്ന ബാബുവിന് ഭയമുണ്ടെന്ന് നമ്മളാരും പറഞ്ഞില്ലല്ലോ. അല്ല, എൻ്റെ പേരിൽ ഒരു കേസുമില്ല. നിങ്ങളിതൊരു തെറ്റിദ്ധാരണ പറത്തല്ലേ. മാണിസാറിന്റെ പേർക്കുള്ള പോലുള്ള അലിഗേഷൻ ബാബുവിന്റെ പേർക്ക് നിലനിൽക്കുകയാണ്. അന്വേഷിച്ചോട്ടെ, അല്ല അതിന്റെ നിയമപരമായ നടപടി സ്വീകരിക്കും. അല്ല പിന്നെന്താ? ആ സമയത്ത് ബാബു രാജിവെക്കും. അങ്ങനെയാണെങ്കിൽ ബാബുവും രാജിവെക്കേണ്ടതല്ലേ? എൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് വേണ്ടേ? നിങ്ങൾ വെറുതെ അയാൾ എല്ലാ ദിവസവും വിളിച്ച് പറഞ്ഞതനുസരിച്ചിട്ട് എൻ്റെ പേരിൽ എന്തോ കേസുണ്ട്, എന്നെ തൂക്കിക്കൊല്ലാൻ പോകണമെന്നുള്ള രീതിയിൽ എന്ത് ഏർപ്പാടത്? ബാബുവിന് 10 കോടി രൂപ കളക്ട് ചെയ്ത് കൊടുക്കുന്നതിലേക്ക് വേണ്ടി കളക്ഷൻ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ 50 ലക്ഷം രൂപ സെക്രട്ടേറിയറ്റിൽ ബാബുവിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തത് ഞാനും എൻ്റെ ഓഫീസിലെ ജനറൽ മാനേജറും പിന്നെ ചേംബറിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് റസീഫും ഞങ്ങൾ 3 പേരും കൂടിയാണ് കൊണ്ടുപോയി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. ബാബുവിനെ കയറി കണ്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അടുത്ത മുറിയിലുണ്ട്. അദ്ദേഹം സുരേഷ് ഭായ് അദ്ദേഹത്തെ കൊണ്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ താഴെ വന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതേ സുരേഷ് ഭായ് തന്നെ ഞങ്ങൾ കൊടുത്ത ബാഗ് കൊണ്ടുവന്ന് ബാബുവിൻ്റെ കാറിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഞങ്ങൾ അന്ന് കണ്ടുകൊണ്ട് താഴെ നിൽക്കുക. നിങ്ങളിത് വായിച്ചു നോക്ക്. ഇത് 164 സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കുക. ഒരാളെ കുറിച്ച് മുഴുവൻ സംഭവങ്ങൾ അയാൾ പറഞ്ഞത്. സെക്രട്ടേറിയറ്റിൽ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു പരിചയമുള്ള ഒരാളെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാബു ഈ ക്യാഷുമായിട്ട് വന്ന് തിരിച്ചിറങ്ങുന്നത്. ഞാൻ പ്രിപ്പയർഡ് അല്ല. ഞാനിപ്പോൾ യാദർച്ഛമായിട്ട് നിങ്ങൾ എല്ലാ ഭാഗത്തിലും വലിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറുപടി പറയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും നിങ്ങൾക്ക് ഇന്നത്തേക്ക് ഇനി വേറൊരു കേസ് കിട്ടുന്നവരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. ഒരു കിക്ക് വെരിഫിക്കേഷൻ പേരിന് നടത്തി മൊഴി പോലും രേഖപ്പെടുത്താതെ ബാബുവിനെ രക്ഷിക്കാനാണത്രേ AI ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാക്കിയ ധാരണ. മാണി പോയ സ്ഥിതിക്ക് ഉമ്മൻചാണ്ടി ചെന്നിത്തലയെ ഒന്ന് സൂക്ഷിക്കണം. ഭരണം നിലനിർത്തുക എന്നത് ചെന്നിത്തലയുടെ ലക്ഷ്യമല്ലല്ലോ, അടുത്ത മുഖ്യമന്ത്രിയാവുക എന്നതാണത്രേ ആ മനസ്സിൽ. എന്നാൽ ബിജു രമേശ് കോടതി വഴി ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് ഇനിയൊന്നും പറയാനും കഴിയില്ല. ബാബു സൂക്ഷിക്കണം. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് അച്ഛനും മകളും. എൻ്റെ മകള് ആയിപ്പോയതുകൊണ്ട് അധികം അങ്ങനെ വേദനിപ്പിക്കേണ്ട. ഒരു വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. ഞാൻ അവളുടെ അച്ഛനാണ് അവൾ പറയേണ്ടത്.